ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് വരുൺ ബിവറേജ് ലിമിറ്റഡ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ വരുൺ ബിവറേജ് 0.21% ഇടിഞ്ഞ് 1621 ക്ലോസിംഗ് നൽകി. 2.1 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 97.40, ഡിവിഡൻഡ് ഈൽഡ് 0.16%, 52 വീക്ക് ഹൈ 1672, 52 വീക്ക് ലോ 755. വരുൺ ബിവറേജ് ലിമിറ്റഡിന് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ CLSA ബൈ എന്ന റേറ്റിംഗും 20% അപ്സൈഡിൽ 1977 രൂപയുടെ ടാർഗറ്റ് നൽകിയെന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. വരുൺ ബിവറേജ് അഫോർഡബിൾ റേറ്റിൽ പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയ ടെറിട്ടറികളിലും കമ്പനി അതിൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു. റീസെൻ്റ്ലി വരുൺ ബിവറേജ് ലിമിറ്റഡ് സൗത്ത് ആഫ്രിക്കൻ ബിവറേജ് കമ്പനിയായ ബെവ്കോയെ അക്വയർ ചെയ്യുകയും ചെയ്തു. വരുൺ ബിവറേജ് ലിമിറ്റഡ് ക്വാർട്ടർലി റിസൾട്ടിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ്. കമ്പനിയുടെ റവന്യൂ 11% വർദ്ധിച്ച് 3893 കോടിയിൽ നിന്നും 4317 കോടിയിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് 25% വർദ്ധിച്ച് 439 കോടിയിൽ നിന്നും 548 കോടിയിലേക്ക് ഉയരുകയും ചെയ്തിരുന്നു. വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 101% റിട്ടേൺ ആണ് നൽകിയത്. ഇവിടെ CLSA എന്ന ബ്രോക്കേജ് ഏജൻസി കൂടാതെ ആനന്ദ് റാഠി എന്ന ബ്രോക്കേജ് ഏജൻസിയും വരുൺ ബിവറേജിന് ബൈ എന്ന റേറ്റിംഗും അപ്സൈഡിൽ 1900 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. മികച്ച ഗ്രോത്തും സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റും പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തുന്നതും കൂടാതെ അക്വിസിഷൻ തുടങ്ങിയ ഫാക്ടറുകൾ പരിശോധിച്ചാണ് ആനന്ദ് റാഠി വരുൺ ബിവറേജിന് 1900 രൂപയുടെ ടാർഗറ്റ് നൽകിയത്. 1550 രൂപ എന്ന ലെവലിൽ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് 1650 വരെ ഉയർന്നു. അവിടെ നിന്നും സ്റ്റോക്ക് ചിലപ്പോൾ ബ്രേക്കൗട്ട് ലെവലിനെ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബ്രേക്കൗട്ട് ലെവലിനെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വരുൺ ബിവറേജ് പോലുള്ള ഹൈ മൊമെൻറ്റം സ്റ്റോക്കുകളിൽ നമുക്ക് പൊസിഷൻ എടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് ജ്വല്ലറി സെക്ടറുമായി ബന്ധപ്പെട്ട് മോത്തിലാൽ ഒസ്വാൾ പുറത്തുവിട്ട റിസർച്ച് റിപ്പോർട്ടാണ്. ഇന്ന് ജ്വല്ലറി സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ ഇൻട്രാഡേയിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. കല്യാൺ ജുവലേഴ്സ് 5%, സെൻഗോ ഗോൾഡ് 2.6% ഉയർന്നു. മോത്തിലാൽ ഒസ്വാൾ എന്ന ബ്രോക്കേജ് ഏജൻസി ജ്വല്ലറി സെഗ്മെൻറ്റിലെ 3 ലീഡിംഗ് കമ്പനികൾക്ക് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. കല്യാൺ ജുവലേഴ്സിന് ബൈ എന്ന റേറ്റിംഗും 525 രൂപയുടെ ടാർഗറ്റും നൽകി. സെൻഗോ ഗോൾഡിന് ബൈ എന്ന റേറ്റിംഗും 1300 രൂപയുടെ ടാർഗറ്റും മോത്തിലാൽ ഒസ്വാളിന് ബൈ എന്ന റേറ്റിംഗും 4150 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയത്. 2018 ഇന്ത്യൻ ജ്വല്ലറി സെഗ്മെൻറ്റിൻ്റെ വാല്യൂഷൻ 48 മുതൽ 50 ബില്യൺ ഡോളറിനടുത്തായിരുന്നു. ഓർഗനൈസ്ഡ് സെക്ടറിൽ വെറും 20% മാർക്കറ്റ് ഷെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം 2024 ഫിനാൻഷ്യൽ ഇയറോടുകൂടി ജ്വല്ലറി സെഗ്മെൻറ്റ് 9 മുതൽ 10% CAGR വളർച്ച കൈവരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന 3 വർഷത്തിൽ 20 മുതൽ 30% വളർച്ച ജ്വല്ലറി സെഗ്മെൻറ്റിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാം. 2028 ഫിനാൻഷ്യൽ ഇയറോടുകൂടി ജ്വല്ലറി സെഗ്മെൻറ്റ് $145 ബില്യൺ റവന്യൂ ജനറേറ്റ് ചെയ്യും എന്നാണ് പല അനലിസ്റ്റുകളും കണക്കിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഓർഗനൈസ്ഡ് സെക്ടർ, അതായത് എൻ്റയർ ജ്വല്ലറി സെഗ്മെൻറ്റിലെ ഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ മാർക്കറ്റ് ഷെയർ 42 മുതൽ 43% വരെ ഉയരുകയും ചെയ്തേക്കും. ജ്വല്ലറി സെഗ്മെൻറ്റിലെ ഒരു പ്രോമിസിംഗ് സ്റ്റോക്കാണ് കല്യാൺ ജുവലേഴ്സ് എന്ന സ്റ്റോക്ക്. കല്യാൺ ജുവലേഴ്സിന് 217 സ്റ്റോറുകളുടെ സ്ട്രോങ് നെറ്റ്വർക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ കമ്പനി ഈ വർഷം 80 പുതിയ സ്റ്റോറുകൾ കൂടി ഓപ്പൺ ചെയ്യാനും കമ്പനിക്ക് മുകളിലുള്ള ഡെപ്റ്റ് റീപേ ചെയ്യാനും കമ്പനി ശ്രമിക്കുന്നുണ്ട്. ഏകദേശം $7 ബില്യൺ ഡെപ്റ്റ് റീപേ ചെയ്യുക, 2 വർഷം കൊണ്ട് റീപേ ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ കൂടി കല്യാൺ ജുവലേഴ്സിനുണ്ട്. 2026 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിയുടെ റവന്യൂ 29%, എബിറ്റ 26%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 41% വളരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ റാപ്പിഡ് ഗ്രോത്ത്, അതുപോലെ തന്നെ മാറി വരുന്ന ട്രെൻഡ്, എൻഹാൻസ്ഡ് പ്രോഡക്റ്റ് ഓഫറിംഗ് എന്നിവ മൂലമാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ കമ്പനി ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് സെൻഗോ ഗോൾഡുമായി ബന്ധപ്പെട്ടതാണ്. സെൻഗോ ഗോൾഡ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഗോൾഡ് കമ്പനിയാണ്. 189 സ്റ്റോറുകൾ കമ്പനിക്കുണ്ട്. ഇതുകൂടാതെ 2025 ഫിനാൻഷ്യൽ ഇയറിൽ 34 സ്റ്റോറുകൾ കൂടി ഓപ്പൺ ചെയ്യാനും കമ്പനി പ്ലാൻ ചെയ്യുന്നു. വെസ്റ്റ് ബംഗാളിലും അതുപോലെ തന്നെ ഈസ്റ്റേൺ റീജിയനിലും 75% പ്രസൻസ് ഉള്ള കമ്പനിയാണ്. രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി കമ്പനി അതിൻ്റെ ബിസിനസ് എക്സ്പാൻഷൻ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. മൂന്നാമത്തെ അപ്ഡേറ്റ് ടൈറ്റാൻ എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ടതാണ്. ടൈറ്റാൻ 2024 മാർച്ച് മാസത്തോടുകൂടി 3035 ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണത്തിലേക്ക് എത്തപ്പെട്ടു.
ഇവിടെ കമ്പനിയുടെ റവന്യൂ 12%, എബിറ്റ 9%-ത്തിനടുത്തും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കോമ്പറ്റീഷൻ വർദ്ധിക്കുന്നെങ്കിലും മാർക്കറ്റ് ഷെയറും അതുപോലെ തന്നെ ലീഡിംഗ് പൊസിഷനും ജ്വല്ലറി സെഗ്മെൻറ്റിൽ ടൈറ്റാൻ എന്ന കമ്പനി ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നു. ടൈറ്റാൻ്റെ റവന്യൂ 17%, എബിറ്റ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 20%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 25% എന്ന രീതിയിലുള്ള വർധനവാണ് നേടിയത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്